ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലാസ് എടുത്തു തരാമെന്ന് വിചാരിക്കുകയാണ്. അതായത് എന്നോട് ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ കഴുത്ത് തുന്നുമ്പോൾ ലൂസായി പോകുന്നൊരു കാര്യമുണ്ട്. അത് എനിക്കും ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് അങ്ങനെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ലൂസായി പോകുന്നത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള 2-3 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനം, നമ്മൾ ഈ വെട്ടുമ്പോൾ നമ്മൾ വെട്ടുമ്പോൾ തന്നെ നമ്മൾ കഴുത്ത് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കണം. ഇതിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ട് ഓരോരുത്തർ ബ്ലൗസ് തയ്ക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ 1/3 വിട്ടെടുക്കണം, അങ്ങനെയാണ്. പിന്നെ വണ്ണം ഉള്ളവർക്കൊക്കെ ഷോൾഡർ കൂടുതൽ എടുക്കണം, വണ്ണം കുറഞ്ഞവർക്ക് ഷോൾഡർ കുറച്ച് മതി, അങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല. അങ്ങനൊക്കെ തയ്ച്ചാലും കഴുത്ത് ലൂസാവുന്ന കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഷോൾഡർ തന്നെയാണ്. നമ്മൾ എടുക്കുന്ന ഷോൾഡർ അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ കഴുത്ത് ലൂസായി പോകുന്നതും ടൈറ്റ് ആകുന്നതും ഒക്കെ അതിനെ ആശ്രയിച്ചാണ്. അത് മാത്രമല്ല, ഷോൾഡർ, അതിൻ്റെ വിഡ്ത്ത്, പിന്നെ കൈവണ്ണം, ആം ഹോള്, ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആം ഹോളും കഴുത്ത് ലൂസാവാൻ ഒരു പ്രധാന കാരണമാണ്. കൈവണ്ണവും അതുപോലെ ഒരു പ്രധാന കാരണമാണ്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഷോൾഡർ അല്ല, ഷോൾഡർ വിഡ്ത്ത് അതെടുക്കുന്നത് നമ്മൾ ഇറക്കം അനുസരിച്ചാണ്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം, അതായത് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഈ വിധത്തിൽ ഹൈനെക്ക് ബ്ലൗസുകൾ തയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഷോൾഡർ കൂട്ടിയെടുക്കും. അത് ഒരുപാട് കഴുത്ത് ഇറങ്ങാത്തവർക്ക് അല്ലെങ്കിൽ ഷോൾഡർ നമുക്ക് ടൈറ്റായി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഷോൾഡർ കുറച്ച് കൂട്ടിയെടുക്കാറുണ്ട്. 5.5 എടുക്കാറുണ്ട്, 6 എടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഇഞ്ചൊക്കെ ഇറങ്ങണമെങ്കിൽ 6.5 എടുക്കാറുണ്ട്. അതുമല്ല, കോളർ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ 7 വരെ ഷോൾഡർ എടുക്കാറുണ്ട്. 7, 7.5, 8 ഒക്കെ നമ്മൾ കോളർ ബ്ലൗസിന്. കാരണം കോളർ ടൈറ്റായി കിടക്കുന്ന ഒരു സാധനമാണ്. കോളർ ബ്ലൗസിന് നമ്മളങ്ങനെ എടുക്കാറുണ്ട്. അതും ശരി തന്നെയാണ്. പിന്നെ അല്ലാതുള്ളതൊക്കെ നമ്മൾ ഷോൾഡർ കുറച്ച് തന്നെ എടുക്കണം. അതായത് ഞാൻ വെട്ടുന്നതും തയ്ക്കുന്നതും കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച്. 5 ഇഞ്ചിൽ ഒരല്പം പോലും ഷോൾഡർ ഞാൻ കൂട്ടിയെടുക്കാറില്ല. അതായത് ഒരു 6 ഇഞ്ചിൽ താഴെയോട്ട് കഴുത്ത് ഇറക്കം വേണമെന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഞാൻ 5 ഇഞ്ചേ എടുക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്നും ആ 5 ഇഞ്ച് കൊണ്ട് ഷോൾഡർ കറക്റ്റ് ആവുമോ, പിന്നെ വിഡ്ത്ത് ഞാൻ ഒരു 6 ഇഞ്ചിൽ കൂടുതലുള്ള കഴുത്തിനൊക്കെ ഞാൻ വിഡ്ത്ത് 2 ഇഞ്ചേ എടുക്കാറുള്ളൂ. പിന്നെ അത് വേണമെന്നുള്ളവർക്ക് വെട്ടുമ്പോൾ 2 ഇഞ്ചേ എടുക്കുള്ളൂ. വേണമെന്നുള്ളവർക്ക് തയ്ച്ച് അവസാനമാണ് ഈ കഴുത്ത് തയ്ക്കുന്നത്. അവസാനം കഴുത്ത് തയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ആ കസ്റ്റമർക്ക് വിട്ട് പോരാന്ന് തോന്നിയാൽ നമുക്ക് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ നമുക്ക് ആ കഴുത്ത് തയ്ക്കുമ്പോൾ വെട്ടാവുന്നതാണ്. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാനുള്ള. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഇത് വിട്ടിൽ തന്നെ കുറച്ച് 2.5 ഒക്കെ വെട്ടി നമ്മൾ തയ്ച്ചു വരുമ്പോൾ ചിലപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് കണ്ടോ, ഇത് ഞാൻ തന്നെ തയ്ച്ച ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. ഇതിന്റെ ഷോൾഡർ ഇരിക്കുന്ന കണ്ടോ, ഇത് ശരിക്കും 5 ഇഞ്ച് ഷോൾഡറേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊരു കപ്പ് കൈയാണ്. ഈ കൈ ഇങ്ങനെ കൈ പൊങ്ങിയിരിക്കണമെങ്കിൽ ഈ ഷോൾഡർ ഇത്രേ വരാവൂ. ഇതിൽ കൂടുതൽ വന്നാൽ എന്താണ് അതിലുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനുള്ള അഭംഗി എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടല്ലോ, ഇത് 5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് ഈ ബ്ലൗസിന്. അത് 2 ഇഞ്ച് വിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോ ഒരു ഡോളിൽ ഞാൻ ഇട്ടേക്കാണ്. ഇതൊരാളിടുമ്പോൾ കുറച്ചും കൂടെ വൈഡായിട്ട് കഴുത്ത് പോവും. കാരണം ഇത് പിടിച്ച് ഞാൻ കുത്തി വെച്ചേക്ക്, ബാക്ക് പിടിച്ച്
കുറച്ചും കൂടെ വിട്ടിലേക്ക് കഴുത്ത് പോവും. പക്ഷെ ഷോൾഡർ അവിടെ തന്നെ നിൽക്കുക. അങ്ങനെ നിന്നാൽ മാത്രമാണ് ഇങ്ങനെ നമ്മൾ കപ്പൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ ഈ ഭംഗിയിൽ ബ്ലൗസ് നിൽക്കുകയുള്ളൂ. അതല്ലാതെ ഷോൾഡർ ഇറങ്ങിപ്പോയ ഒരു ബ്ലൗസിൽ കപ്പ് വെച്ച് വെച്ചാൽ അത് ഒരുപാട് അഭംഗി ഉണ്ടാക്കും. അത് നിങ്ങൾ പലരും അങ്ങനെയുള്ള ബ്ലൗസുകൾ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ അഭംഗി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു പിക്ചർ ഇട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഷോൾഡർ ഇങ്ങനെ 5 ഇഞ്ചിൽ തന്നെ ഞാൻ നിർത്തുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഈ കഴുത്ത് ലൂസാകാതിരിക്കാനും ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. എല്ലാവരും എന്നോട് ചോദിച്ചു 5 ഇഞ്ചിൽ കഴുത്ത് വെട്ടിയാൽ ഷോൾഡർ വെട്ടിയാൽ എങ്ങനെയാണ് ഷോൾഡർ 5 ഇഞ്ചിൽ. പക്ഷെ അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതൊരു കോളർ നെക്കാണ്. കോളർ നെക്കിൽ അതിന്റെ ഷോൾഡർ എവിടാ കിടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ഷോൾഡർ കിടക്കുന്നത് എവിടാന്ന് നിങ്ങൾ നോക്ക്. കൈ എവിടാ വെച്ചേക്കുന്നത് നോക്ക്. അത് ഷോൾഡറിൽ നിന്നും താഴെയാണ് ആ കൈ പോയി കിടക്കുന്നത്. പക്ഷെ അത് കോളർ നെക്ക് ആയതുകൊണ്ട് അതൊരു അഭംഗി കുറച്ചുണ്ടെങ്കിൽ പോലും അതൊരു വിഷയമല്ല. കാരണം അത് കോളർ നെക്കാണ്. അതുകൊണ്ട് ഷോൾഡർ പിടിക്കാതിരിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ചൊക്കെ സാധാരണ ചിലപ്പോൾ എടുക്കാറുണ്ട്. അത് ശരി തന്നെയാണ്. കൈ വെച്ചേക്കുന്നുണ്ടോ? കൈ എവിടെ ഇറങ്ങി കിടക്കുന്ന നിങ്ങളൊന്ന് ശരിക്കും സൂക്ഷിച്ചു നോക്കിയേ. ഷോൾഡർ അപ്പോൾ എവിടെയാണ്? 1/2 ഇഞ്ചും കൂടെ മാറ്റി നമുക്ക് വെച്ചാൽ കുറച്ചും കൂടെ ആ കൈ ഭംഗിയായിട്ടിരിക്കും. ഇനി ഇതൊരു കപ്പ് കൈയാണെങ്കിൽ എന്താണ് അതിലുള്ള ഒരു ബോറെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ. ആ കൈ ഇരിക്കുന്നിടത്ത്, ആ കൈ ഇപ്പോൾ വെച്ചേക്കുന്നിടത്ത് ഒരു കപ്പ് കൈ വെച്ച് പിടിപ്പിച്ചാൽ അതെങ്ങനെ ഇരിക്കും? അതൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഷോൾഡർ അത് കറക്റ്റ് പൊസിഷനിൽ ഇരുന്നില്ലെങ്കിൽ കൈ വെച്ച് പിടിപ്പിച്ചാലും ആ കൈ ഒരു കപ്പ് കൈയാണെങ്കിൽ അത് മഹാബോറായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഷോൾഡർ ഇറങ്ങിപ്പോയാലുള്ള ഒരു അഭംഗി, ബ്ലൗസിന്റെ ഒരു അഭംഗി കണ്ടോ? പക്ഷെ ഇത് നമുക്ക് കോളർ നെക്ക് ആയതുകൊണ്ട് അത്രയും ഇറങ്ങി കിടന്നാലും ഒരു ബുദ്ധിമുട്ടില്ല. അത് നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ അഭംഗി തോന്നുമെങ്കിൽ പോലും ബ്ലൗസ് ഇപ്പൊ ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും വരില്ല. ഷോൾഡർ ഇറങ്ങി ഇങ്ങനെ കിടന്നെന്ന് വിചാരിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ അഭംഗി നമുക്ക് തോന്നും. കപ്പ് കൈയാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കരുത്. കാരണം അത് മഹാബോറാണ്. അപ്പോൾ ആ കൈയുടെ കപ്പ് എവിടെ വന്ന് കിടക്കും? നിങ്ങളൊന്ന് നോക്കിച്ചു നോക്കി. മനസ്സിലായി? അതാണ് ഷോൾഡർ എപ്പോഴും നമ്മളൊരു കറക്റ്റിൽ നിർത്തണമെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ബ്ലൗസിന്റെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതൊരു സാധാരണ ബ്ലൗസാണ്. ഇതിന്റെ ഷോൾഡർ എവിടെ കിടക്കുന്നു നോക്കിയേ. ഇതൊരു 6.5 ഇഞ്ചെങ്കിലും വെച്ച് വെട്ടിയ ഒരു ബ്ലൗസ് ആയിരിക്കും. നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന കണക്കനുസരിച്ച് വെട്ടിയ ഒരു ബ്ലൗസ് തന്നെ ആയിരിക്കും ഇത്. കണ്ടോ? ഇതിന്റെ ഷോൾഡർ എവിടെ കിടക്കുന്നു? അത് ആ കൈ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് എവിടെ ഇരിക്കുന്നു? ആ കൈ ഒരു കപ്പ് കൈ ആയിരുന്നെങ്കിൽ അതിന്റെ അഭംഗി എന്തോരം ഉണ്ടായിരുന്നു. കണ്ടോ? ഷോൾഡർ 6 ഇഞ്ചോ 6.5 ഇഞ്ചോ ആയിരിക്കും. ഒരു പക്ഷെ 6 ഇഞ്ച് ആയിരിക്കും. ഇതിന്റെ 6 ഇഞ്ച് ഷോൾഡറും 2.5 ഇഞ്ച് വിട്ടും ഒക്കെ ആയിരിക്കും ഈ ബ്ലൗസ്. അത് കണ്ടാൽ അങ്ങനെ തോന്നും. പക്ഷെ അതിന്റെ കൈക്കുഴി എങ്ങനെ ഇരിക്കുന്നു, ആ ചുളിവുകൾ, കൈ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കൈ എവിടെ കിടക്കുന്നു? ഇത് കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഷോൾഡർ കൂടിപ്പോയാൽ ഒരു ബ്ലൗസിനുണ്ടാവുന്ന അഭംഗി എന്തോരം ഉണ്ടെന്ന്? കണ്ടോ? കൈ എവിടെയാ പോയി കിടക്കുന്നെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഷോൾഡർ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് 5 ഇഞ്ച് ഷോൾഡറിൽ നമ്മൾ നിർത്തണം. പക്ഷെ കഴുത്തിറക്കവും കൂടെ നോക്കണം. കഴുത്തൊരു 6 ഇഞ്ചിൽ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ 2 ഇഞ്ചിൽ തന്നെ വിട്ട് നിർത്തുന്നതാണ് നല്ലത്. ഇനി അതല്ല, അവർക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ വെട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ വൈഡിൽ വെട്ടരുത്. വെട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ കറക്റ്റ് 2 ഇഞ്ചിൽ തന്നെ വെട്ടാവൂ. നമ്മൾ അവസാനമാണ് കഴുത്ത് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ കഴുത്ത് തയ്ക്കുമ്പോൾ വൈഡ് ഉണ്ടോ എന്നൊക്കെ നോക്കി, നമ്മൾ വൈഡ് വേണോന്ന് നോക്കി, അല്ല തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പും കൂടെ ചേർത്തേ നിങ്ങൾ വൈഡ് നോക്കാവൂ. തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വൈഡ് എവിടെ നിൽക്കും എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് വെച്ച് നിങ്ങൾക്ക് വെട്ടാവുന്നതാണ്, വൈഡ് ആക്കാവുന്നതാണ്. പക്ഷെ ഷോൾഡർ എപ്പോഴും 5 ഇഞ്ചിൽ നിർത്തണം കഴുത്തിറക്കമുള്ള ബ്ലൗസിന്.
2 ഇഞ്ച് 3 ഇഞ്ച് കഴുത്തിറക്കം ഉള്ളെങ്കിൽ ഒരു 6 ഇഞ്ചിൽ നമുക്ക് വെട്ടാം, ഒരു 5.5 ഇഞ്ചിൽ നിർത്താം. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. 6 ഇഞ്ചിൽ നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്ച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ശകലമൊക്കെ വെട്ടി ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു 6 ഇഞ്ചിൽ 5.5 ഇഞ്ചിൽ നിർത്താം. ഈ ബ്ലൗസ് കണ്ടോ, ബ്ലൗസ് എല്ലാം ബനിയനാണ്. ഇത് കണ്ടോ, ഇതിന്റെ ഷോൾഡർ കണ്ടോ, ഇതിന്റെ ഷോൾഡറും ഏകദേശം കറക്റ്റിന് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും ഒരു 1/2 ഇഞ്ചും കൂടെ മാറിയിരുന്നാൽ അതും ഒരു ഭംഗിയായിരിക്കും. ഇതും കുറച്ച് താഴോട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ കൈയുടെ വെയിറ്റ് ഉണ്ടല്ലോ, ഭയങ്കര വെയിറ്റ് ആണ്. ആ കൈയുടെ വെയിറ്റ് കൊണ്ട് നമ്മുടെ ഷോൾഡർ താഴോട്ട് പോവും, കഴുത്തും അതിൻ്റെ ഒപ്പം താഴോട്ട് പോവും. ഈ ഷോൾഡറിന്റെ അവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ, ഷോൾഡർ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെട്ടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലോട്ടാണ് ഷോൾഡർ വന്ന് കിടക്കുന്നെങ്കിൽ കൈ താഴ്ത്തിയിടുമ്പോൾ ഉറപ്പായിട്ടും ബ്ലൗസ് കൈ താഴോട്ട് വലിക്കും. അപ്പോൾ കഴുത്ത് വൈഡായിട്ട് പോവും, കഴുത്ത് ലൂസാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് ഇങ്ങനെയാണ് പോകുന്നത് എന്താണെന്ന്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴുത്ത് തയ്ച്ചെല്ലാം തീർന്ന് വെച്ച് പിടിപ്പിച്ചു ഒക്കെ തീർന്നതിന് ശേഷം നമ്മളൊരു വെട്ടും അത് ലൂസാക്കാൻ വേണ്ടി. ആ വെട്ടാതിരിക്കുക. ഞാൻ എല്ലാ തയ്യലിലും പറയും, അത് വെട്ടുമ്പോൾ വിശേഷിച്ചും ക്രോസ് കട്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉള്ളത്, ഈ ക്രോസ് കട്ട് വെട്ടുമ്പോഴാണ് നമ്മൾ കഴുത്ത് ഒരുപാട് സൂക്ഷിക്കേണ്ടത്. അതേസമയം ഒരു സ്ട്രെയിറ്റ് കട്ടാണെങ്കിൽ ആ പ്രശ്നം വരില്ല. ഒരു 2.5 ആയാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇത് ഒരു ബ്ലൗസ് ഞാൻ ആ ഡോളിൽ ഇട്ടേക്കാണ്. ഇത് 5 ഇഞ്ച് കയ്യിലും 5 ഇഞ്ച് ഷോൾഡറിലും 2 ഇഞ്ച് വിട്ടിലും ഞാൻ തച്ചേക്കുന്ന ഒരു ബ്ലൗസാണ്. ഇത് ഈ കൈ കണ്ടോ, ഇതൊരു കപ്പ് കൈയാണ്. ഷോൾഡർ ഇനി താഴോട്ട് വരുന്ന അനുസരിച്ച് ഈ കൈ ഇനി താഴോട്ട്, നമ്മളെ കൈ തൂക്കിയിടുമ്പോൾ താഴോട്ട് വരും. അത് വന്ന് വെയിറ്റ് കയറുമ്പോൾ ഇങ്ങനെ തൂങ്ങും. നമ്മുടെ കൈ നല്ല വെയിറ്റ് ആണ്. ആ വെയിറ്റ് വരുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ തൂങ്ങി, ഷോൾഡർ കൂടിയാൽ കപ്പ് കൈ വെച്ചേക്കണ കപ്പ് ഇങ്ങനെ താഴ്ന്നു കിടക്കും. അങ്ങനെ താഴ്ന്നു കിടന്നാൽ ആ ബ്ലൗസ് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. കഴുത്തും ലൂസായി പോവും. അപ്പൊ നമ്മൾ കഴുത്ത് ലൂസായ എല്ലാവരും എന്താ ചെയ്യും? ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മക്കളെ ഈ കഴുത്ത് ലൂസായി പോയി ഒന്ന് ശരിയാക്കിത്താന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും? കഴുത്ത് പിടിച്ചടിച്ചു കൊടുക്കാന്ന് പറയും. ഒരു കാര്യവും ഇല്ല. കഴുത്ത് ബാക്കും ഫ്രണ്ടും ചെറുതായി പോകും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? പക്ഷെ അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ. ഈ ഫ്രണ്ടിൽ നമ്മൾ ഇടുന്ന ഡോട്ട് ഒന്നുകൂടെ പിടിച്ച് അടിക്കുകയാണെങ്കിൽ കുറച്ച് കഴുത്ത് ടൈറ്റ് ആവും. അല്ലാതെ വേറൊന്നും ചെയ്ത് കഴുത്ത് ടൈറ്റ് ആക്കാൻ പറ്റൂല. നമ്മൾ ഡോട്ട് ഇട്ട് തയ്ക്കുന്ന ബ്ലൗസ്. പിന്നെ സ്ട്രെയിറ്റ് കട്ടാണെങ്കിൽ നമുക്ക് 2.5 ഇഞ്ച് വിട്ടിൽ തന്നെ തയ്ക്കാം. 2.5 ഇഞ്ചോ 3 ഇഞ്ചോ വിട്ടിൽ നമുക്ക് ബ്ലൗസ് വെട്ടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഷോൾഡർ ഇറങ്ങരുത്. പിന്നെതാ ആം ഹോൾ കണ്ടോ, നമ്മളിതാ ഈ ആം ഹോൾ ടൈറ്റ് ആവും തോറും കഴുത്ത് മലന്നു പോവും. കൈ ഇറുവിപ്പോയാൽ, കൈ ഇറുവുമ്പോൾ കഴുത്ത് മലന്നു പോവും, കഴുത്ത് ലൂസായി പോവും. ഇങ്ങനെ ഇറുവുമ്പോൾ കഴുത്ത് കണ്ടോ അവിടെ ഇങ്ങനെ ലൂസായി വരും. കണ്ടോ, ഇങ്ങനെ നമ്മൾ കഴുത്ത് ആം ഹോളിന്റെ അവിടെയും കൈയും ഇറുവി പിടിച്ച് നമ്മൾ ഇരിക്കുമ്പോഴും, ചിലർക്ക് ബ്ലൗസിന്റെ കൈ ഇറുവി പിടിച്ച് തന്നെ ഇരിക്കണം, അപ്പോഴും എന്ത് സംഭവിക്കും? കണ്ടോ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ കഴുത്തും ആം ഹോളും ഷോൾഡറും കൈയും എല്ലാം കറക്റ്റ്. ആം ഹോളൊക്കെ കറക്റ്റ് ആയിരിക്കണം, കൂടാനും കുറയാനും പാടില്ല. കൂടിയാലും കഴുത്ത് വൈഡായി പോവും, കുറഞ്ഞാലും കഴുത്ത് വൈഡായി പോവും, ലൂസായി പോവും. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കാതിരുന്നാൽ മാത്രമേ ഈ കഴുത്ത് കറക്റ്റിന് പിടിച്ച ടിപ്പായിട്ട് നിൽക്കുള്ളൂ. കഴുത്ത് ടിപ്പായിട്ട് നിന്നില്ലെങ്കിൽ സാരി ഉടുത്ത് കുത്തിയിടാൻ പറ്റൂല. കുത്തിയിടുമ്പോ പോവും. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഒരു പിന്ന് വെച്ച് കുത്തിയിടും. കണ്ടോ, ആ കൈയാണ് ആ കാണുന്നത്. നമ്മുടെ കൈയുടെ അവിടോട്ട് നമ്മുടെ ഷോൾഡർ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈ താഴോട്ട് നമ്മൾ വെയിറ്റ് തൂക്കുമ്പോൾ താഴോട്ട് തൂങ്ങും, ലൂസായി പോവും. വൈഡ് എല്ലാരും പറയും 2 ഇഞ്ച് വൈഡ് എടുത്താൽ ബ്ലൗസ് വൈഡ് ആവുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നവരുണ്ട്.
2 ഇഞ്ച് വൈഡേ എടുക്കാവൂ. 2 ഇഞ്ച് വൈഡ് എടുത്ത് നിങ്ങൾ തയ്ക്കുക. തയ്ച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈഡ് പോരാൻ തോന്നുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾക്കൊരു ശകലം കട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസ് കഴുത്ത് വൈഡായി ലൂസായി പോയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അത് റിപ്പയർ ചെയ്യാൻ ഇപ്പോൾ കഴുത്ത് ഷോൾഡറൊക്കെ പിടിച്ചടിച്ചാൽ കഴുത്ത് ചെറുതാവൂന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഇതാ ഇങ്ങനെ ആ ഷോൾഡറിന്റെ അവിടെയൊക്കെ ഇങ്ങനെ കറക്റ്റ് നല്ല ഒതുങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഷോൾഡർ കറക്റ്റ് അടിക്കണം, കഴുത്ത് വൈഡ് ആകാതെ വെട്ടണം. പിന്നെ എല്ലാരും ചോദിക്കുന്നൊരു ചോദ്യം, കൈക്കുഴി 6 മാത്രം മതിയോ? ഇപ്പൊ വലിയ ബ്ലൗസ് ഒക്കെ തയ്ക്കുമ്പം 6 കൈക്കുഴി, സാധാരണ ചിലർ കൈക്കുഴി വരെ ഒരാളിന്റെ അളവെടുക്കുകയാണെങ്കിൽ കൈക്കുഴി വരെ അളവെടുക്കുന്ന കാണാം. പക്ഷെ നമ്മൾ എത്ര വലിയ ബ്ലൗസ് തയ്ച്ചാലും ചെറിയ ബ്ലൗസ് തയ്ച്ചാലും ഒരു 6 ഇഞ്ച് കൈക്കുഴിയുടെ ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു 40 ഇഞ്ച് ഇടുപ്പളവ് അല്ലെങ്കിൽ 49 ഇഞ്ച് ചെസ്റ്റ് അളവ് ഒക്കെ ഉള്ള ഒരാളിന് പോലും ഞാൻ ബ്ലൗസ് തയ്ക്കുമ്പോൾ 6 ഇഞ്ച് മാത്രമേ കൈക്കുഴി എടുക്കൂ. ഏതൊരു മനുഷ്യനും ഏതൊരു സ്ത്രീകൾക്കും അത്രേ കൈക്കുഴി നമ്മൾ വെട്ടാവൂ. വെട്ടിയിട്ട് നമ്മൾ വണ്ണം ശരിക്കും നമ്മൾ വണ്ണം ഇപ്പോൾ 48 ഒക്കെ വണ്ണമുള്ള ഒരു ആളിന് ബ്ലൗസ് വയ്ക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ വണ്ണം ഇട്ടല്ലേ ബ്ലൗസ്, ആ വണ്ണത്തിനനുസരിച്ച് കൈക്കുഴി അങ്ങ് പോവുകയാണ്. നമ്മൾ കൈക്കുഴി 6.5 എടുത്താലോ അതനുസരിച്ച് വീണ്ടും വൈഡ് ആവുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? കഴുത്ത് ലൂസാവും. പിന്നെ ഒരു പ്രധാന കാരണം, കഴുത്ത് ലൂസാവുന്നൊരു പ്രധാന കാരണം, ഈ ചിലർ ബ്ലൗസ് തയ്ക്കുമ്പോൾ ബോഡി വെച്ച് തയ്ച്ചതിന് ശേഷം ബോഡി അളന്ന് ചെസ്റ്റ് വണ്ണം എല്ലാം അളന്ന് ഇടുപ്പ് വണ്ണം എല്ലാം അളന്ന് അടിച്ച് തീർത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം കൈ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട്. ആ ബ്ലൗസിന്റെ കൈ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷെ കഴുത്ത് ലൂസായി പോകും. അങ്ങനെ ലൂസായി പോയാൽ പിന്നെ ആ ബ്ലൗസ് കൊണ്ടുവന്ന് ഇതൊന്ന് ടൈറ്റാക്കി അടിക്കണമെങ്കിൽ, ചെസ്റ്റ് ഒന്ന് ടൈറ്റാക്കി അടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബോഡി നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് തീർത്തതിന് ശേഷമാണ് കൈ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കൈ റൗണ്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ വെച്ച് പിടിപ്പിച്ചാലും കഴുത്ത് ലൂസാവാം. ആ ഒരു സ്റ്റൈല് ചിലരൊക്കെ തയ്ക്കുന്നുണ്ട്. അങ്ങനെ ചിലർക്ക് അതാണ് യഥം. അങ്ങനെ തയ്ക്കുമ്പോഴും സംഭവിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴും കഴുത്ത് ലൂസാവും. അങ്ങനെ കഴുത്ത് ലൂസായി പോയാൽ പിന്നെ അതൊന്നും ചെയ്യാക്കൂല. ഇപ്പൊ നമുക്ക് അതിൽ ചെസ്റ്റ് ലൂസായാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അത് അടിക്കണമെങ്കിൽ അത് മൊത്തം കൈക്കുഴി മൊത്തം അഴിച്ച്, ചെസ്റ്റ് മൊത്തം അഴിച്ച്, കൈ മൊത്തം അഴിച്ചിട്ട് പിന്നെ ഒന്നേന്ന് അടിച്ചെടുത്താൽ പോലും അത് കറക്റ്റ് ആവൂല. അങ്ങനെയും ബ്ലൗസ് തയ്ച്ച് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളെ കൈക്കുഴി എപ്പോഴും 6 ഇഞ്ചിൽ കൂടുതൽ നമ്മൾ കൈക്കുഴി എടുക്കരുത്. 6 ഇഞ്ച് കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തി. ഇപ്പൊ ഞാൻ ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് എടുക്കുന്നത്. 1 ഇഞ്ച് തന്നെ കുഴിച്ചെടുക്കുന്നത്. ചിലർ ബാക്ക് 1.5 ഇഞ്ച് കുഴിച്ചെടുക്കും, ഫ്രണ്ട് 1/2 ഇഞ്ച് താഴ്ത്തി പിന്നെ കുഴിച്ചെടുക്കും. ഞാൻ തയ്ക്കുന്ന ബ്ലൗസിലൊക്കെ 1 ഇഞ്ച് തന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെ കുഴിച്ചെടുക്കും എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് അതിൽ വേറെ ഒന്നും സംഭവിക്കില്ല. ബാക്കൊക്കെ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് തന്നെ ബാക്ക് ഇരിക്കും. അതുകൊണ്ട് ബാക്കും ഫ്രണ്ടും ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാവരും ചോദിച്ചു ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടണ്ടേ എന്നൊക്കെ ചോദിച്ചു. കാരണം ഞാൻ ഓൾറെഡി ആദ്യമേ കുഴിച്ചാണ് വെട്ടുന്നത്, അതുകൊണ്ട് പിന്നീട് ഒരു കുഴിപ്പില്ല. പിന്നെ അതുപോലെ കൈ വെട്ടുമ്പോഴും നമ്മൾ കൈ ഷെയ്പ്പ് ചെയ്ത് തന്നെയാണ് ആദ്യമേ വെട്ടുന്നത്. പിന്നെ തയ്ക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും ഷെയ്പ്പ് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് കൈ മാത്രം കുഴിച്ചു വെട്ടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ആം ഹോള് 6 ഇഞ്ച് എടുക്കാവൂ, അതിലൊരു മാറ്റവും വരരുത്. ആം ഹോൾ 6 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ വണ്ണം എത്രയാണോ പോണോ അതനുസരിച്ച് നമ്മളെ വൈഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വെട്ടുമ്പോഴേ ഒരു 6, ചിലർ കൈക്കുഴിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കൈക്കുഴി വരെ അളന്നെടുത്ത് ബ്ലൗസ് തയ്ക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ആകപ്പാടെ ഈ ബ്ലൗസ് തയ്ക്കാൻ അളക്കുന്നത് ഇടുപ്പ് വണ്ണം മാത്രമാണ്. ഇടുപ്പ് വണ്ണത്തിൽ ഞാൻ എങ്ങനെയാണ് ബ്ലൗസ് തയ്ക്കുന്നതെന്ന് കുറേ ബ്ലൗസ് ഞാൻ തയ്ച്ച് നിങ്ങളെ കാണിച്ച്, അതുപോലെ ഇനിയും കുറേ ബ്ലൗസുകൾ ഞാൻ നിങ്ങളെ പല അളവിലുള്ളതും കാണിച്ചു തരാം. ഞാൻ അങ്ങനെ തയ്ക്കാറുള്ളൂ. നമ്മുടെ ഇടുപ്പ് വണ്ണവും ചെസ്റ്റ് വണ്ണവുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്.
അത് നിങ്ങൾ കുറേ പേരൊക്കെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചുവെന്നും തയ്ച്ചു പുറത്തൊക്കെ കൊടുത്തു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഒരുപാട് പേർക്കും കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അതിന്റെ ബാക്കാണ്. നല്ല അത്യാവശ്യം ലെങ്തിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനി വൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഷോൾഡറിന്റെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ കുറച്ച് അകത്തി വൈഡാക്കി എടുക്കാം. ഒരു കുഴപ്പമില്ല. ഇത് ഡോളിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. ഇത് ഇടുമ്പോൾ നല്ല വൈഡാണ്. ഇതൊരാൾ ഇടുമ്പോൾ അത്യാവശ്യം നല്ല വൈഡാണ്. ഇത് 2 ഇഞ്ച് വിട്ടിലാണ് ഞാൻ വെട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡും ഉള്ളതാണ്. ഇനി വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിന്റെ താഴേന്ന് കുറച്ച് വൈഡാക്കാം. ഷോൾഡറിന്റെ അവിടെ വിട്ടിന്റെ അവിടെ നിന്ന് വൈഡാക്കിയാൽ കഴുത്ത് ലൂസായി പോവും. അതുകൊണ്ടാണ് അത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ തച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കഴുത്ത് നല്ല ഒതുങ്ങി ടൈറ്റ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ പലരും പറയുന്നുണ്ട് കുറച്ച് ഇടുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി വീണ്ടും അല്പം ഒന്ന് വെട്ടി ഒന്ന് വൈഡാക്കാവുന്നുള്ളതാണ്. അപ്പോൾ കഴുത്ത് ലൂസാവുന്ന പ്രധാന കാരണങ്ങൾ മനസ്സിലായല്ലോ. ഷോൾഡർ, ആം ഹോള്, കൈ അടിച്ച് വണ്ണം ടൈറ്റായി ഇടുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഇനിയൊരു ക്ലാസ് ഉണ്ട്. അതിൽ കപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കപ്പ് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻ്റായിട്ട് പറയാം, ചോദിക്കാം. ഞാൻ അതിന് മറുപടി പറഞ്ഞുതരും. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴുത്ത് അപ്പോൾ എല്ലാവരും കഴുത്ത് വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടുക. അതുപോലെ തയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കുക. വൈഡ് വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് വൈഡ് ആക്കാവുന്നതാണ്. പക്ഷേ അത് വെട്ടുമ്പോഴല്ല, വെട്ടി തയ്ച്ച് ലാസ്റ്റാണ് നമ്മൾ കഴുത്ത് തയ്ക്കുന്നത്. അതുപോലെ കഴുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു തുണി വെച്ച് നമ്മളിതിൽ കഴുത്ത് തയ്ക്കുമ്പോൾ അത് വെട്ടാതിരിക്കുക. അത് വെട്ടരുത്. വിശേഷിച്ച് ക്രോസ് കട്ടാകുമ്പം ബ്ലൗസ് വലിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന തുണിയാണ് ഈ ക്രോസിൽ നമ്മൾ വെട്ടുമ്പോൾ. അപ്പോൾ കഴുത്ത് അതനുസരിച്ച് വൈഡായും പോവും. അതുകൊണ്ട് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ 4-1, 3-1, 2-1 ഇങ്ങനെയൊക്കെ ഉള്ള കണക്കനുസരിച്ച് നിങ്ങൾ വെട്ടാതിരിക്കുക. അത് എല്ലാവർക്കും ആ കണക്ക് കറക്റ്റ് ആവില്ല. നമുക്ക് എല്ലാവർക്കും ബ്ലൗസ് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു കൃത്യമായ ഒരു മാനദണ്ഡം നമ്മൾ പഠിച്ചിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തരുന്ന എല്ലാവർക്കും അത്രയ്ക്കെങ്ങാട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഏകദേശമെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് തയ്ച്ചു നോക്കൂ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കാരണം ഇതിൻ്റെ ഫുൾ മെത്തേഡ് എൻ്റെത് മാത്രമാണ്. അതുകൊണ്ടാണ് എനിക്കിത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും. ഇനി ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിലെ ഒരു കട്ടോരി ബ്ലൗസാണ് ഞാൻ വെട്ടി തയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു കട്ടോരി. അതൊരു പക്ഷേ മറ്റാരും അങ്ങനെ എൻ്റെ ഒരു സ്റ്റൈലിൽ തയ്ച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആ ഒരു സ്റ്റൈലിൽ തയ്ച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ഇതിപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. ഞാനിത് ബ്ലൗസുകളൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ. ഷോൾഡർ ഇറങ്ങിപ്പോയാലുള്ള ഉണ്ടാവുന്ന ഒരു അഭംഗിയും ഒക്കെ ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കഴുത്ത് തയ്ക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള കണക്കുകൾ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെയല്ലേ തയ്ച്ചത് എന്നുള്ള നോക്കാതെ കഴുത്ത് ഇറങ്ങും തോറും നിങ്ങൾ ഷോൾഡർ ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്ത് തയ്ക്കണം. താഴോട്ട് പോകും തോറും നിങ്ങൾ ഷോൾഡർ കറക്റ്റ് ചെയ്ത് തന്നെ വെട്ടണം. ഓക്കെ.